ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവരും ഹാപ്പി അല്ലേ? ക്രിസ്മസ് ഒക്കെ ആവാറായല്ലോ. നമുക്ക് കേക്ക് ഉണ്ടാക്കണ്ടേ? കേക്ക് ഉണ്ടാക്കാൻ ബേക്കേഴ്സ് ആവണമെന്നൊന്നും ഇല്ല. നമുക്കും ഉണ്ടാക്കാം രുചികരമായ ഒരു കേക്ക്, അതും വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച്. ഞാൻ ആദ്യം ഒരു കേക്ക് റെസിപ്പി എടുത്ത് ട്രൈ ചെയ്യാം. അത് സക്സസ് ആയാൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഞാൻ ഈ ഇടയ്ക്ക് ഒരു മാർബിൾ കേക്ക് ഉണ്ടാക്കി, അതായത് സീബ്ര കേക്ക്. വളരെ പെർഫെക്റ്റ് ആയി കിട്ടി. നല്ല സ്പോഞ്ചി ആയിരുന്നു, ടേസ്റ്റി ആയിരുന്നു, സോഫ്റ്റും ആയിരുന്നു. അപ്പം കേക്ക് ഉണ്ടാക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഈ ഇൻഗ്രീഡിയൻസിന്റെ അളവുകളും കൃത്യമായിരിക്കണം. അപ്പൊ നമുക്ക് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ എങ്ങനെ രുചികരമായ ഒരു കേക്ക് വീട്ടിൽ തയ്യാറാക്കാം എന്ന് നോക്കാം. ഹായ് ഡിയേഴ്സ്, ക്രിസ്മസ് സീരീസിൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള മാർബിൾ കേക്ക് അഥവാ സീബ്ര കേക്കാണ്. അതിന് നമുക്ക് ആദ്യം കേക്ക് ടിൻ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും, എന്നാൽ ഞാൻ ഒരിക്കൽ കൂടി പറയാം. കേക്ക് ടിന്നിനെ ഒന്ന് കമഴ്ത്തി വെക്കുക. ബട്ടർ പേപ്പറിനെ നാലായി മടക്കിയ ശേഷം നമ്മൾ റോക്കറ്റ് ഉണ്ടാക്കില്ലേ, അതുപോലെ ഷാർപ്പ് എഡ്ജായിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് ടിന്നിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം. ഇത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് റൗണ്ട് ഷേപ്പായിരിക്കും. നമ്മുടെ കേക്ക് ടിന്നിനകത്ത് വെച്ചാൽ പെർഫെക്റ്റ് ഫിറ്റ് ആയിരിക്കും. ഇനി നമുക്ക് കേക്ക് ടിൻ്റെ സൈഡിൽ വെക്കാനായിട്ട് പേപ്പർ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം കേക്ക് ടിന്നിലൊന്ന് വെച്ച് നോക്കാം. ആദ്യം സൈഡിലാണ് വെക്കേണ്ടത്, പിന്നെയാണ് സെൻറ്ററിൽ വെക്കേണ്ടത്. ജസ്റ്റ് പേപ്പർ മാത്രം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കേക്ക് ടിന്നിൽ അത് ഒട്ടി നിൽക്കില്ല, ബാറ്റർ ഒഴിക്കുമ്പോൾ മാറിപ്പോവും. അതുകൊണ്ട് നമുക്ക് കേക്ക് ടിന്നിൽ ആദ്യം ഒന്ന് എണ്ണ തേച്ച ശേഷം സൈഡിൽ ആദ്യം ബട്ടർ പേപ്പർ വയ്ക്കുക, ദെൻ സെൻറ്ററിൽ വയ്ക്കുക. അപ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും. നമ്മൾ ഈ സോസ് പാനിലാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അടിയിലൊരു തട്ട് വെക്കേണ്ടത് കുക്കറിൻ്റെ തട്ടാണ്. നിങ്ങൾക്കത് ഇല്ലെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങളും അടിയിൽ വയ്ക്കാം. നമ്മൾ ചൂടാവാതിരിക്കാൻ വെക്കുന്ന സാധനമില്ല, അത് വയ്ക്കാം. ഇതിനകത്ത് നമ്മുടെ കേക്ക് ടിൻ കറക്റ്റ് ഫിറ്റാണ്. ഇങ്ങനെയാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ സോസ് പാൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനുണ്ട്. നമുക്കതിന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. ഒരു 15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് 1.5 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ചലിച്ചെടുക്കണം. 2 to 3 ടൈംസ് ചലിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. നല്ലപോലെ മിക്സ് ആവാനാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ 2 പ്രാവശ്യം ചലിക്കുന്നുണ്ട്. 2 പ്രാവശ്യം ചലിച്ച ശേഷം നമുക്ക് കേക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിന് 2 മുട്ട വേണം ആദ്യം. അതിന് 2 മുട്ടനെ നമുക്ക് മിക്സി ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. നല്ല പതഞ്ഞ് വരുന്നുണ്ട്. ഇതിന് നമുക്ക് ആ ഡ്രൈ മിക്സ് ഒഴിക്കാം. അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുക. സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിക്കണം, വെളിച്ചെണ്ണയൊന്നും ഒഴിച്ച് കളയരുത്. ഇനി നമുക്കിതിനെ ഒരേ ഡയറക്ഷനിൽ ഫോൾഡ് ചെയ്ത് വേണം ഇളക്കാൻ. ഒരേ ഡയറക്ഷനിൽ ഇളക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തോന്നിയ പോലെ ഇളക്കരുത്. നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പോറിങ് കൺസിസ്റ്റൻസിയിൽ ആക്കണം. ഇവിടെ എനിക്ക് 1-2 സ്പൂൺ വേണ്ടി വരും വെള്ളം. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. നമുക്ക് സ്പൂണിലെടുത്ത് ഒഴിക്കാൻ പറ്റണം, അതായിരിക്കും പാകം. ഇത് നമ്മുടെ പാകമായിട്ടുണ്ട് നമ്മുടെ ബാറ്റർ. ഇതിനെ 2 ബൗളിൽ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക. ഓരോ ബൗളിലും 2 തവി വീതം ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ കഴിഞ്ഞു. ഇനി 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഒരു ബൗളിലേക്ക് ഇടുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. ചെറിയതായിട്ടൊന്ന് പോറിങ് കൺസിസ്റ്റൻസിയിലാവുമ്പോൾ ഒരു ബൗളിലെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യണം. ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യാൻ പറയുന്നത് എന്താ വെച്ചാൽ അതിനുള്ളിൽ എയർ സ്പേസ് പോവാതിരിക്കാനാണ്. എയർ സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കേക്ക് സ്പോഞ്ചി ആയിരിക്കുകയുള്ളൂ. ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് ആദ്യം 1 സ്പൂൺ വെള്ള ബാറ്റർ ഒഴിക്കുക. അതിനുശേഷം കൊക്കോ ബാറ്റർ ഒഴിക്കുക. അങ്ങനെ ഫുൾ ബാറ്ററും ഒഴിച്ച ശേഷം നമുക്ക് അതിനെ ഒരു 30 പ്രാവശ്യം തട്ടി കൊടുക്കാം. കേക്കിന് മീതെ ഞാൻ പപ്പടക്കോൽ വെച്ച് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ ഓവൻ എന്തായെന്ന് നോക്കാം. നമ്മുടെ ഓവനൊന്നുമില്ല, സോസ് പാനാണ്. അത് പ്രീഹീറ്റ് ആയിട്ടുണ്ട്, നല്ലപോലെ ആയിട്ടുണ്ട്. ഇതിനുള്ളിലേക്ക് നമ്മൾ കേക്ക് ടിൻ വെച്ച് കൊടുക്കുക. കൈ പൊള്ളാതെ നോക്കണം. 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം 55 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം നമ്മളൊരു പപ്പടക്കോൽ വെച്ച് ഒന്ന് സെൻറ്ററിൽ ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ക്ലീനായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് വെന്തു എന്നാണ് അർത്ഥം. അഥവാ വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടെ ലോ ഫ്ലെയിമിൽ ഇരുന്നോട്ടെ. നമ്മളിപ്പോൾ കേക്ക് വെന്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ക്രാക്ക് ആയിട്ടിൻ്റെ മേലെ ഇത് നമുക്ക് നല്ലപോലെ തണുത്ത ശേഷമാണ് നമുക്ക് കേക്ക് കൊട്ടിയെടുക്കാൻ. നമ്മുടെ ഈ കേക്ക് നല്ലപോലെ തണുത്തിട്ടുണ്ട്, നല്ല വൃത്തിയായി വന്നിട്ടുണ്ട്.
സെൻറ്ററിൽ ഇങ്ങനെ ക്രാക്ക് വരാൻ കാരണം എന്താ വെച്ചാൽ ആ കേക്കിൻ്റെ മേൽഭാഗം നല്ലപോലെ വെന്ത ശേഷം ഉള്ളിലത്തെ ഭാഗം പിന്നീട് വേവുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ കൂടുന്നത് കൊണ്ടോ ആവാം. ഏതായാലും നമ്മുടെ കേക്കിന് ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവില്ല. സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് നിങ്ങൾ ഉണ്ടാക്കി അഭിപ്രായം പറയണം, ലൈക്ക് ചെയ്യണം. താങ്ക്